നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് അടുത്ത മാസത്തോടെ കുറയുമെന്ന് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്കുള്ള വിമാന സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ ടിക്കറ്റ് നിരക്കിൽ 30% കുറവുണ്ടായതായി പത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് 350 മുതൽ 400 ദിനാറിൽ താഴെ എത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ ഇത് കോവിഡിന് മുൻപുള്ള നിരക്കിലേക്ക് തിരികെ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടേക്ക് നേരിട്ടുള്ള സർവീസ് പുനരാരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇത് 500 ദിനാർ മുതൽ 800 ദിനാർ വരെ ആയിരുന്നു. എന്നാൽ വിമാന കമ്പനികൾ അമിത നിരക്ക് ഈടാക്കുന്നതിൽ ഇടപെടാൻ തങ്ങൾക്ക് യാതൊരു അധികാരവുമില്ലെന്നാണ് സിവിൽ വ്യോമയാന അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളം പൂർണ്ണശേഷിയിലേക്ക് മടങ്ങുകയാണ്. 3 ഘട്ടങ്ങളിലായി 100% സർവീസുകൾ ആരംഭിക്കുമെന്ന് DGCA അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ 50% സർവീസുകൾ പോലും ആരംഭിച്ചിട്ടില്ല. പ്രതിദിനം 40 വിമാന സർവീസുകളിലായി 10,000 യാത്രക്കാരാണ് കുവൈറ്റിൽ വന്നിറങ്ങുന്നത്. അടുത്ത ഘട്ടം 200 വിമാനങ്ങളിലായി 20,000 യാത്രക്കാരെ എത്തിക്കാനാണ് നീക്കം. 3-ാം ഘട്ടത്തിൽ പ്രതിദിനം 300 വിമാനങ്ങളിലായി 30,000 യാത്രക്കാർക്കുള്ള സൗകര്യവും ഒരുക്കുന്നതാണ് പദ്ധതി. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. കോവിഡ് സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷം കുവൈത്ത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണശേഷിയിൽ ആരംഭിക്കാനാണ് അധികൃതർ തയ്യാറെടുക്കുന്നത്. 2 ആഴ്ചയ്ക്കകം പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിക്കുവാനാണ് നീക്കം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.